അവർക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ ആൻസർക്കിയൊക്കെ ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എക്സ്പ്രസ് ദ നമ്പേഴ്സ് ഗിവൺ ഇൻ ദ ടേബിൾ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ 48 ഇവിടെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ 3 നമ്പേഴ്സ് കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് 72 നോക്കാം. ഓക്കെ, 72 നമ്മൾ 72 എഴുതി. ആദ്യം നമ്മൾ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 36 കിട്ടി, 36 കിട്ടി. അഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 18 കിട്ടി. 18 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതായത് 18ൻ്റെ പകുതി, ഹാഫ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചിട്ട് പകുതി, അപ്പോൾ 18ൻ്റെ പകുതിനായ. ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ നമ്മൾ നെക്സ്റ്റ് നമ്പർ 3 നോക്കി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ടൈംസ് പോകും. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. അപ്പം നമുക്ക് 72ൽ എന്താ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത 128 ആണ്. 128നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 128 ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 128ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 64. എഗെയിൻ 2. 64ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 32. എഗെയിൻ 2, ദാറ്റ് ഈസ് 16 ഡിവൈഡഡ് ബൈ 2. 8 divided by 2, 4 divided by 2, 2 divided by 2, 1. അപ്പോൾ എത്ര കിട്ടി? 1 2 3 4 5 6 7 2 ആണ്. അപ്പോൾ നമ്മൾ അത് അത്ര എഴുതണം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 1 2 3 4 5 6 7. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് 200ൻ്റെ ആണ്. അപ്പോൾ 200 നമുക്ക് ചെയ്തു നോക്കാം. 200 ആദ്യം നമ്മൾ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 100നെ വീണ്ടും 2, അപ്പോൾ 50. 50നെ വീണ്ടും 2, അപ്പോൾ 25. 25നെ നമ്മൾ ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. 5 5 1. അപ്പം 3 2ഉം 2 5ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 3 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 5. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി അടുത്തത് എ നമ്പർ ഈസ് റിട്ടൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദീസ് നമ്പർ? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്പർ റിട്ടേൺ ആയത് എങ്ങനെയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്നാണ്. അപ്പോൾ ആ നമ്പർ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. നമ്പർ ഏതായിരിക്കും? 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4, 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8, 8 ഇൻറ്റു 2 എന്ന് പറയുന്നത് 16, 16 ഇൻറ്റു 3 എന്ന് പറയുന്നത് 48. നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കാം. അതിന് നമ്മൾ കോളം വരയ്ക്കണം. ഓക്കെ, നമ്മൾ കോളം വരയ്ക്കണം. അപ്പോൾ നമ്മൾ കോളം വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സ്പേസ് ബ്ലാങ്ക് ആക്കിയിടും. പിന്നെ നമ്മൾ ഇവിടെ എന്താണ് ഈവൻ നമ്പേഴ്സ്, ഇരട്ട നമ്പേഴ്സാണ് ഇവിടെ എഴുതുക. ഇവിടെ നമ്മൾ ഒറ്റ നമ്പേഴ്സുമാണ് എഴുതുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതും? നോ 2 അല്ലേ? നോ 2 എന്ന് പറഞ്ഞിട്ട് 1 എഴുതും. ഇവിടെയും 1 എഴുതും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെയും 1 എഴുതും, ഇവിടെയും 1 എഴുതും. പിന്നെ നമ്മൾ അടുത്തത് 2 എഴുതും അല്ലേ? അടുത്ത് 2 എഴുതും. പിന്നെ അതിൻ്റെ 2 ഇൻറ്റു 2, അത് 4 എഴുതും. അടുത്തത് 2 ഇൻറ്റു 2 ഇൻറ്റു 2, ദാറ്റ് ഈസ് 8. പിന്നെ നാലാമതായിട്ടൊരു 2 കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് കോളം തികയില്ല, അപ്പോൾ അതും കൂടി വരച്ചു. നാലാമതായിട്ട് 2 വരുമ്പം 16. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ എഴുതണം 2, പിന്നെ 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 ഇൻറ്റു അങ്ങനെ. ഇനി 3 ആണുള്ളത്. 3 ആണുള്ളത്. അപ്പോൾ 1 ഇവിടെ ഇട്ടു, ഇനി 3 ഇവിടെ. ഇനിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ ഇത് ക്രോസ് നോക്കുക. 1 ഇൻറ്റു 1 1. ഓക്കെ, ഇനി ഇത് 1 ഇൻറ്റു 2 2. ഓക്കെ, ഇനി 1 ഇൻറ്റു 4 4. 1 ഇൻറ്റു 8 8.
1 ഇൻറ്റു 16 16. ഓക്കെ, ആ റോ അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തത് 1 3. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി ഇതുമാണ് നോക്കട്ടെ. 1 ഇൻറ്റു 3 3. ഓക്കെ, 3 ഇൻറ്റു 2 6. 3 ഇൻറ്റു 4 എത്രയാ? 3 ഇൻറ്റു 4 12. 3 ഇൻറ്റു 8 24. 3 ഇൻറ്റു 16 48. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതെല്ലാം എടുത്തിട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്, ഈ നമ്പറിൻ്റെ ഫാക്ടേഴ്സാണ് ഈ നമ്മൾ എഴുതിയത്. അതൊക്കെ നമ്മളിനി ഫാക്ടേഴ്സായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ എഴുതാം. ഇതൊന്ന് മായ്ക്കുക, ജസ്റ്റ് മായ്ച്ചിട്ട് ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം നമുക്ക് 1 എഴുതാം. 1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ 6 ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് 8 എഴുതാം. ഓർഡറിൽ എഴുതണം. ഓർഡറിൽ എഴുതിയാൽ അത്രയും നല്ലത്. 8, പിന്നെ 12, പിന്നെ 16, പിന്നെ 24, പിന്നെ 48. ഇത്രയാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം തന്നെ ചെയ്ത് നോക്കണം. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, അതായിരുന്നോ ഇതായിരുന്നോ എന്നൊക്കെ. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാതിരിക്കാൻ നിങ്ങൾ കൂടെ തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തത് ഒരു വോളിയത്തിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ ചെയ്താണല്ലേ, വോളിയത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യത്തെ ചെയ്തിരുന്നു. അതേപോലെ ഒന്നുകൂടി ചെയ്യാം. ദ ഇന്നർ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ വെസൽ 20 cm, 10 cm, 5 cm. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? വെരി സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത വോളിയം ഈക്വൽ ടു L ഇൻറ്റു B ഇൻറ്റു H ഒക്കെ ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 20 10 5. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് ഇൻറ്റു ചെയ്യാൻ വേണ്ടു. 20 10 ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ 20 ഇൻറ്റു 10 20 ഇൻറ്റു 10 എത്രയാണ്? 200. 200 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്? 200 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 1000. ഓക്കെ, 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി ഹൗ മെനി ലിറ്റേഴ്സ് ദാറ്റ് ഇറ്റ്? അപ്പോൾ ലിറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ ആണ്. അപ്പോൾ നമുക്ക് 1 ലിറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ ഇൻ ദ വെസൽ pour into a cubical vessel. Vessel is filled. What is the length of one inner side of this cubical vessel? അപ്പോൾ ഈ ഒരു വെസലിലേക്ക് എന്താണ്, വെസൽ ഫില്ലായി. ഇനി ലെങ്ത്താണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇന്നർ സൈഡ് ഓഫ് ക്യൂബിക് വെസൽ? അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സൈഡ് ഇൻറ്റു സൈഡാണ് എന്ത് 1000 എന്ന് പറയുന്നത്. 3 സൈഡും ഇൻറ്റു ചെയ്തത്. അപ്പോൾ ആ സൈഡ് എസ് ആവണമെങ്കിൽ എന്തായിരിക്കണം? 10 ആവണ്ടേ. 10 ഇൻറ്റു 10 ആണ് 1000. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ വാട്ടർ ഈസ് poured into vessel inner length 25 cm 20 cm, how its high water level? അപ്പോൾ ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് ഈക്വൽ ടു എന്താണ്, വോളിയം ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇങ്ങനെയാണ് നമ്മൾ, അതായത് വോളിയം തന്നിട്ടുണ്ട്. ഈ L ഇൻറ്റു B ഇൻറ്റു H ഇതിലേതെങ്കിലും ഒന്ന് തന്ന് ബാക്കി ഒന്ന് തന്നില്ല, ബാക്കി 2 തന്നിട്ടുണ്ടോ? അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നിങ്ങൾ ഇതന്നെ, ഇനിയിപ്പോൾ ബ്രെഡ്ത്ത് ആവാം, ഹൈറ്റ് ആവാം, ലെങ്ത് ആവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വോളിയം ബൈ ആ തന്ന 2 മെഷർമെൻ്റ് അല്ല, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, വോളിയം ബൈ L ഇൻറ്റു B. ഇവിടെ വോളിയം എന്ന് പറയുന്നത് 1000 ആണ്. എല്ലും ബിയും തന്നിട്ടുണ്ട് 25 ഇൻറ്റു 20. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1000 ഇൻറ്റു 20 ഇൻറ്റു 25. അപ്പം 1000 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 25 എന്ന് പറയുന്നത് എത്രയാണ്? 1025 എന്ന് പറയുന്നത് 250 ആണ്. അപ്പോൾ 20 250 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 500 ആണ്. ഓക്കെ, അപ്പോൾ 500. 1000 ഡിവൈഡഡ് ബൈ 500. അപ്പോൾ നമുക്ക് ഹൈറ്റ് എത്ര കിട്ടി? 1500 2 ടൈംസ് ആണ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തീർച്ചയായും വരും. വോളിയം തരും, ഹൈറ്റും
പിന്നെ അല്ലെങ്കിൽ ബ്രെഡ്ത്തോ ഏതെങ്കിലും 2 മെഷർമെൻറ്റ് തരും, ഒരു മെഷർമെൻറ്റ് തരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ ഇവിടെ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഹൈറ്റാണ് തരാത്തത്. അപ്പോൾ ഹൈറ്റ് ഈക്വൽ ടു വോളിയം ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി ബ്രെഡ്ത്താണ് തന്നിട്ടുള്ളത് എങ്കിൽ വോളിയം തന്നിട്ടുണ്ട്, അപ്പം വോളിയം ബൈ നമ്മളെന്ത് ചെയ്യും, ഹൈറ്റ് ഇൻറ്റു ലെങ്ത്ത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ.